ഞങ്ങളിപ്പോ ഹീസർസ്ലോ പോട്ടറി റെയിൽവേ പുഴേന്റെ മറുകൂടെ നമുക്ക് കയറാൻ പറ്റുമോ? ഓ യെസ്. ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ കക്കാശിനെ പോലെ ഇല്ലേ നെറൂട്ടോ പോലെ ചൊറിങ്ങനെ അടച്ചു വെക്കുന്നത്. ഞങ്ങളിപ്പം പുഴയില ഓടാം. പുഴ 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 പുഴയില റെയിൽവേയിൽ കയറുന്നുണ്ട്. പുഴ 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 എന്തോ പോലെയാ. അവിടെ കാക്കയൊക്കെ ഉണ്ട്. നിന്ന് ഇടയില് എന്തെങ്കിലും സൂപ്പർ. കിളികൾ അവിടെയാണോ നിക്കണേ? ഹായ് കിളികളെ. കിളികളുടെ അടുത്താണ് നമ്മൾ. അത് പണ്ടത്തെ കാലത്ത് കോയം പോലെ ഉണ്ടല്ലോ കാണാൻ, അല്ലേ? പണ്ടത്തെ കാലത്ത് കോയം പോലെ ഉണ്ട് കാണാൻ. അത് നല്ല രസമാണ് ഗൈസ്. ഇവിടെ സൂപ്പർ. ഇവിടെ എന്റെ കോയം മോളിൽ കറക്റ്റാ. കയറണോ? നീ വേഗം റെയിൽവേ കയറണ്ട. ഇല്ല, ഹീത്താർ സ്ലോ മില്ലിൽ നിന്നാണ് നമ്മളിപ്പം. ഇവിടെ ഇങ്ങനെ നടന്ന് മടുക്കും അല്ലേ? സ്കോട്ട്ലൻഡിൽ പോയതേ എനിക്കാൾ ഇവിടുത്തെ സ്കോട്ട്ലൻഡിന്റെ അല്ലേ. ഇവിടെ വാഷ്റൂം, അവിടെ മില്ല്. ഇതല്ല മില്ല്. മില്ലിന് പുള്ളി കയറണം. മില്ലിൽ കയറി കാണാൻ പറ്റുമോ? കോൺമില്ല് കയറാൻ പറ്റുമോ? അവിടെ മറ്റേ ഫ്രാൻസിലെ ഭാഷയിലാണോ എഴുതി വെച്ചാണ്? പിന്നെ ഷോപ്പ് ഉണ്ടല്ലോ. നമുക്കപ്പോ റെയിൽവേ ഇവിടെ ആരൊക്കെ ചെയ്തിട്ടുണ്ട്? പിക്നിക് ഏരിയ. ചാടിക്കറണോ ഏരിയയിലേക്ക്? കൊറേ ക്രിസ്മസ് ട്രീയും കൊറേ തൊപ്പിക്കണം. നമുക്ക് ആ തൊപ്പി എടുക്കാട്ടി ഒന്ന് ഓർത്ത് നോക്കിയാ അല്ലേ? സൂപ്പർ അല്ലേ? എന്റെ മോളിൽ കയറട്ടെ. ഇല്ല, അങ്ങ് പോട്ടെ. വേണ്ട, വീഴും ചിലപ്പോ. ക്രിസ്മസ് ട്രീ, ലൈറ്റ് ഒക്കെ ഉണ്ട്. കുറെ പേര് തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുഞ്ഞ് തൊപ്പികള്, പിന്നെ എന്തൊക്കെയോ അവരിട്ടിട്ടുണ്ട്. അങ്ങനെ തൂങ്ങി കിടക്കാൻ പറ്റില്ല. തൂങ്ങി കിടത്താൻ നമുക്ക് റീൽസ് എടുക്കായിരുന്നു. പുതിയ അതാണ് ട്രെയിൻ. ട്രെയിന് ഒരു ഓറഞ്ച് കളറാണ്. ട്രെയിനിലേക്ക് പോകണം. രസമാണല്ലേ. അവിടെ ഒരു ഇത് കണ്ടോ? അതാണ് ട്രെയിൻ. പച്ചയും ഇതൊക്കെ ഉണ്ട്, ഓറഞ്ചൊക്കെ ഉണ്ട്.
നമുക്ക് ഏറ്റവും ആദ്യത്തേല് കയറിയാലോ അതിനകത്തെ കളിയില്. ഡ്രൈവർ നമ്മളാണെ ഒന്ന് ഓർത്തേക്ക്. ഇങ്ങനെ ട്രെയിൻ കൊണ്ട് എവിടെയൊക്കെ പോവാ. ഈ ട്രെയിൻ ക്ലോസ്ഡ് ആണ്, നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് പോകാനുള്ള വഴി ഇതാണ്. ഇതൊക്കെ വീടാണ്. പൂച്ചൊക്കെ ഉള്ളവർക്ക് വീടൊക്കെ ഉണ്ട്. സൂപ്പർ വീടാണ്. എങ്ങനെയുണ്ട് ഗായ്സ്? അപ്പം നമുക്ക് അവിടുത്തെ റെയിൽവേ കയറാൻ പറ്റിയില്ല. എന്താ പറയട്ടെ, അവിടുത്തെ സീസൺ കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ റെയിൽവേ കയറാൻ പറ്റില്ല. അടുത്ത വർഷമേ പിന്നെ അത് ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു ബീച്ച് സൈഡ് പോലത്തെ സ്ഥലത്ത് പോവുക. ഇവിടെയൊക്കെ എല്ലായിടത്തും നല്ല രസമാണ് കാണാൻ. ഫുള്ള് പച്ച കളർ എല്ലായിടത്തും കാണാൻ. പിന്നെ ഇവിടെ ഇടക്കിടക്കൊക്കെ ഷീപ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ അങ്ങനത്തൊന്നും കണ്ടില്ലായിരുന്നു. പിന്നെ ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലിഫ് ബീച്ചാണ്. ഇവിടെ നല്ല രസമൊക്കെയാണ് കാണാൻ. അതിൻ്റെ തൊട്ടടുത്ത് പാർക്കുണ്ട്. പിന്നെ ഞങ്ങളവിടെ പാർക്കിൻ്റെ അവിടം വരെ പോയുള്ളൂ. എന്താ പറയട്ടെ, അവിടെ താഴെ ഫുള്ള് മഡായിരുന്നു. അവിടെ നമ്മുടെ മണലല്ല, ഫുള്ള് മണ്ണായിരുന്നു, മഴയൊക്കെ പെയ്തിട്ട്. അതുകൊണ്ട് ഞങ്ങളവിടെ കളിച്ചു. അതുകൊണ്ട് ഞങ്ങളവിടെ തിരിച്ചു പോന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അവിടെ സൺസെറ്റ് ആയിരുന്നു. കാരണം അവിടെ 3 മണിക്ക് സൺസെറ്റ് ആവും. നല്ല രസമാണ് കാണാൻ സൺസെറ്റിന്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പുറത്ത് നടക്കാറിറങ്ങി. മമ്മ എനിക്ക് മൈക്കൊക്കെ ഇട്ടിരിക്കുക. നിങ്ങൾ മൈക്കൊക്കെ ഇട്ടിട്ട് വിചാരിക്കും, ഇവൻ മൈക്കൊക്കെ ഇട്ടിട്ടില്ല, പിന്നെ എന്തിനാ ഇവന് വോയിസ് ഓവർ കൊടുക്കുന്നത്? അത് കണ്ട് എനിക്ക് മനസ്സിലാവും. എൻ്റെ അമ്മ മൈക്ക് ഓണാക്കാൻ മറന്നുപോയി. ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷെ അവിടെയൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ്, മൈക്ക് ഓണാക്കിയില്ലല്ലോ. അപ്പം നല്ല രസമാണ്. ഞങ്ങൾ കുതിരേൻ്റെ ഫുട് പ്രിൻറ്റ്സ് ഒക്കെ കണ്ടു. പിന്നെ ആ സ്ഥലത്തിലൊക്കെ എന്തോ ഇങ്ങനെ തെങ്ങ് പോലത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. മലകളെല്ലാം സൂപ്പറായിരുന്നു. ഇങ്ങനെ നടന്നു പോകുമ്പം ഞാൻ ആദ്യം കുതിരേൻ്റെ ഫുട് പ്രിൻറ്റ് കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത് കുതിരേൻ്റെ ഫുട് പ്രിൻറ്റ്. സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് മരങ്ങളൊക്കെ എന്താ രസം കാണാൻ അല്ലേ? അത് മരങ്ങളും പിന്നെ അവിടെ നമുക്ക് കയറായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട് അവിടെ ഉണ്ട്. നിങ്ങൾ അവിടെ ഒരു വൈറ്റ് വീട് കാണുന്നുണ്ടോ? ഞങ്ങളുടെ വീട്ടെന്ന് പറയുമല്ല, കോട്ടേജ്. അപ്പോൾ ഞങ്ങൾ കോട്ടേജിലാണ് താമസിക്കുന്നത്. അങ്ങ് അവിടെ കുറേ വീടുണ്ട്. അത് രാജാവിൻ്റെ ആൾക്കാരാണോ അറിയില്ല. രാജാവെന്നും പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ നല്ല രസമൊക്കെയാണ് കാണാം. ഞങ്ങളങ്ങനെ നടന്ന് ഞങ്ങളുടെ തോണിങ്ടൺ ഹൗസ് എത്തി. ഞങ്ങളുടെ കോട്ടേജിൻ്റെ പേരാണത്. പിന്നെ ഞങ്ങൾ ആ പേരൊക്കെ കണ്ടു. ഇനി അവിടുത്തെ വലിയ ഗേറ്റിൽ കൂടെ പോകാൻ ഞാൻ നോക്കി. പക്ഷേ വലിയ ഗേറ്റ് തുറന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ചെറിയ ഗേറ്റിൽ കൂടെ പോകാമെന്ന് വിചാരിച്ചു. ചെറിയ ഗേറ്റല്ലേ എപ്പോഴും നല്ലത്. വലിയ ഗേറ്റ് ശരിക്കും വലിയ കാരണമൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. പിന്നെ ഇവിടെ പാർക്ക് ചെയ്ത വണ്ടികളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അങ്ങോട്ടും എങ്ങനെ പോയാൽ എനിക്ക് നമ്മുടെ രാജാവിൻ്റെ കൊട്ടാരം കാണാൻ പറ്റും. നമ്മൾ അങ്ങനെ പോകണം. ഇവിടെ ചെറിയ പാലം പോലത്തെ ഉണ്ട്. ഒരെണ്ണം എനിക്ക് തോന്നുന്നു ആ പൊട്ടിയ പീസാണ് തോന്നുന്നു അവിടെ ഇരിക്കണേ. പിന്നെ അതിൻ്റെ താഴെ കൂടെ വെള്ളം ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ അത് ശരിക്കും കൊള്ളില്ലാത്ത വെള്ളമാണ് കേട്ടോ. അത് നമ്മുടെ സിങ്കിലൊക്കെ വെള്ളമാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് കളിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ സിങ്കിലെ വെള്ളമായിരുന്നു. പിന്നെ അങ്ങ് മേളിൽ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ കൊട്ടാരമല്ല, ഒരു വീട്, ക്യാസിൽ. കൊട്ടാരം പോലത്തെ ഒരു ക്യാസിൽ. ഞാനിപ്പോൾ എന്താ പറയുക, നല്ല രസമായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ ഒരു വില്ലേജിലേക്ക് പോവാണ്. ഞാൻ ഇവിടെ ഫോർഡ് വില്ലേജിലെത്തി. കാറിന്റെ പേര് പോലെ ഇല്ലേ,
നമുക്ക് പറയാം, നമുക്ക് അവരുടെ ക്യാഷില് അമ്മ ഫോർഡുകാര് റിച്ച് ആണല്ലോ അല്ലേ? റിച്ച്. നമുക്ക് കേറാനില്ല ഉള്ളിലേക്ക്. അവിടേക്ക് ആൾക്കാർ താമസിക്കുന്ന ആൾക്കാരൊക്കെ മണി 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 ഓ അവരൊക്കെ താമസിക്കണമെന്നുണ്ട് എനിക്ക്. ഒരു കൊട്ടാരത്തില് എനിക്കൊന്ന് താമസിക്കണമെന്നുണ്ട്. അമ്മ എനിക്കൊരു കൊട്ടാരത്തിൽ താമസിക്കണമെന്നുണ്ട്. കൊട്ടാരത്തിന്റെ ഇതൊക്കെ എത്ര വർഷം എടുത്താണ് ഉണ്ടാക്കാൻ? കൊട്ടാരം ഒരാളുടെ വീടാണോ? തലയിലേക്ക് വീണ് കാണും. പണ്ടത്തെ ആൾക്കാരുണ്ടോ? ആൾക്കാര് റിച്ചാ. ഹെയർ ഡ്രയർ ഒന്നും വേണ്ട. അല്ല ഞാൻ നേരത്തെ പോയപ്പോഴില്ലേ അമ്മ, ഞാൻ നേരത്തെ പോയപ്പോഴും ഒരു സ്ഥലത്ത് പുറത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ക്രിസ്മസ് ട്രീയുടെ ചിഹ്നം കാണിച്ചത്. ഇവിടെ നേരത്ത് അതിന്റെ അടുത്ത് ആ കിഗ അവിടെ കൊണ്ടുവച്ചതാ. അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ പ്രാർത്ഥിക്കുക, നല്ലത് വരട്ടെ, നല്ലത് വരട്ടെ. എനിക്കിവിടെ നിക്കാൻ തന്നെ പേടിയാ. ഇവിടെ നിക്കാൻ തന്നെ പേടിയാ വിചാരിക്കുന്നു. ബായ്, ഞാൻ പോട്ടെ. പേടിയാ ഇവിടൊക്കെ നിക്കാൻ. സെമിത്തേരിയില് കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. മരിച്ച ആൾക്കാരെല്ലാരും ഇവിടെ ഇങ്ങനെ ഇടും. ഓ അവിടെ രണ്ടുപേരും മരിച്ചിട്ടുണ്ട്. രണ്ടുപേരും മരിച്ചതിന്റെ അവരും ഫേമസ് ആളാ. അല്ല നമുക്ക് കിങ്ങിന്റെ കല്ലറ ഇവിടെ ഉണ്ടെങ്കിലോ? ഇവിടുത്തെ മരിച്ച കിങ്ങിന്റെ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അല്ല എന്റെ ബുദ്ധി. പ്രാർത്ഥിക്കാമോ അമ്മ? ഇവിടൊക്കെ കുഴിച്ചിട്ട ആൾക്കാരുടെ എന്താ സ്ഥലവാ. ഇവിടെ ഒന്നും നിക്കാൻ പാടില്ല. നമുക്കൊരു പേടിയില്ലേ? ഇതൊക്കെ ഓ അതൊരു പട്ടിയാണോ മരിച്ചത്? അല്ല അതൊരു മനുഷ്യനാ മരിച്ച. സോറി 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 സോറി.